ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു മാരേജ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എപ്പോഴും പോയി അടുപ്പിച്ച് എൻഗേജ് ആയിട്ടും മാരേജ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഡെയിലി വ്ളോഗ് കുറവാണ്, വീട്ടിലത്തെ ഒന്നും ഉള്ളതായിട്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെ എടുക്കലില്ല. അപ്പം ഇനി ശ്രമിക്കാം എടുക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കല്യാണം വന്ന് നിംഷിക്കാൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോനും മാമൻ്റെ മോളുമാണ് തമ്മിലുള്ള കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവർ തിരുവണ്ണൂരാണ് താമസം. അപ്പം അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ 2 ദിവസമായിട്ട് അവിടെയാണ് നിൽക്കുന്നത്. പോക്ക് വരവിനൊക്കെ സുഖമാണല്ലോ. അതിനിതാ അവിടെയുള്ളൊരു ഹോളാണിത്. നല്ല അടിപൊളി ഹോൾ കേട്ടോ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഈ സ്റ്റെയർ കേസ് കയറാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. സ്റ്റേജൊക്കെ മുകളിലായതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ കയറുന്നത്. അപ്പോൾ ഈ ട്രാവലറിൽ വന്നത് ഉപ്പൻ്റെ ഫാമിലി, ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിലാണെന്ന്, അവിടെ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വെള്ളം, അവർക്കല്ല എല്ലാവർക്കും ഉണ്ടായിരുന്ന വെള്ളം നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു. മുകളിൽ നിക്കാഹ് നടക്കണതുകൊണ്ടാണ്, സ്റ്റേജൊക്കെ അവിടെ ആണല്ലോ, മുകളിലാണ് സ്റ്റേജ് ഉള്ളത്. അപ്പം എല്ലാവർക്കും പ്രായമുള്ളവരും ഒക്കെ കഷ്ടപ്പെട്ട് കയറിയതെന്ന് പറഞ്ഞാൽ ഈ നിക്കാഹ് നടക്കുന്നതിനോണ്ടാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ഇതും തയ്യാറാക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കന് ഇതാ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ കുറച്ച് കാരണവന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറി നിക്കാഹിനുള്ള ആ തയ്യാറെടുപ്പാണ്. ഒരു വല്ലാത്തൊരു മുഹൂർത്തം തന്നെയാണല്ലോ ഇതിലെ നിക്കാഹിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. ആ ടൈം കുറച്ചൊന്ന് നേരം വൈകിയോ എന്നൊരു ഡൗട്ട്, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആയിഷക്ക് സ്വന്തം നിക്കാഹ് കാണാൻ പറ്റി. ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ പറ്റുന്നുണ്ടല്ലോ. നമ്മളിതൊക്കെ പള്ളിയിലായിരുന്നു കേട്ടോ. ഇവർ നല്ലൊരു പ്രാസംഗികരായിരുന്നു കേട്ടോ. നിക്കാഹ് കഴിച്ചു കൊടുത്ത് നല്ലൊരു പ്രസംഗം കേട്ടിരിക്കാൻ പറ്റിയ. അങ്ങനെ അത് കഴിഞ്ഞു. ഇതാണ് മഹർ. പിന്നെ അത് കഴിഞ്ഞ അവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും മധുരം തന്നായിരുന്നു കേട്ടോ. കൽക്കണ്ടം കാരക്കൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ എല്ലാവരും നിക്കാഹിൻ്റെ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ചെക്കന്മാരും സ്നേഹിതനും എന്ന് പറയും, ചെക്കനും സ്നേഹിതന്മാരൊക്കെ ഇങ്ങനെ കയറുന്നൊരു ഭാഗങ്ങളൊക്കെ ആട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു, പാട്ടും ഡാൻസും എല്ലാം ആയിട്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ പാട്ടും ഒപ്പന ഒക്കെ കളിക്കുമ്പോൾ നല്ലൊരു രസമാണ്. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത്. വെറുതെ നമ്മൾ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ടെടുത്തിട്ട് കോപ്പിറൈറ്റ് അത് ഒന്നുമില്ലാതാവുന്നത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ മഹർ കെട്ടുന്ന ആ ഒരു ചടങ്ങും ഒക്കെ ആയിട്ട് ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ കയറി ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മളെ കസിൻ മക്കളാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഫുഡ് കഴിക്കുന്ന അവിടേക്ക് താഴേക്കൊന്ന് ഇറങ്ങിയതാണ്. എല്ലാവരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ഈ സ്റ്റെയർ കേസ് കയറാൻ മടിച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അതും നല്ലതാണ് ഒരു കണക്കിന്. അപ്പം നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നേ. സത്യം പറയാലോ, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നേ. അങ്ങനെ നമ്മളൊക്കെ ഇന്ന് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ടൈം ആയിക്കണല്ലോ. അപ്പം ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ ആയിഷ, എൻ്റെ വ്ളോഗിലൊക്കെ കാണാറുണ്ട് ആയിഷക്കുട്ടീനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞു മുകളിലേക്ക് കയറിയപ്പം പിന്നെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളെ പെങ്ങളെ മക്കളും ജിംഷാൻ്റെ പെങ്ങളെ മക്കളും എൻ്റെ മോനും ഒക്കെ ഉണ്ടായില്. പിന്നെ ഇതാണ് ഒരു ഫാമിലി, ഏട്ടന്, ഭാര്യ, പിന്നെ ഉപ്പ ഇല്ല, ഉപ്പ മരിച്ചതാണ്. അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ ഫാമിലിയാണിത്. ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയന്. അങ്ങനെ ഇതിൻ്റെ ഉമ്മാണ്, പിന്നെ ഉമ്മൻ്റെ അനിയത്തിയാണ്, ആങ്ങള, അനിയത്തി, ആങ്ങളുടെ മോളുമാണ്, അനിയത്തിൻ്റെ മോനുമാണ് കേട്ടോ. 2 ബന്ധമുണ്ട്. ഇത് ചെക്കൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഹോള് കാലിയാക്കി. എവിടെ പോയാലും നമ്മൾ ഹോള് കാലിയാക്കിയിട്ടേ ഇറങ്ങുള്ളൂ. അങ്ങനെ എല്ലാവരും വണ്ടി ഇതൊക്കെ കാത്ത് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്യണേ.